നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞൊരു 2-3 വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം എന്ന് ഓർമ്മിച്ച് നോക്കി. ഒരുപക്ഷെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ഒരു കാര്യം നടക്കാതെ പോയതാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ബന്ധം വേർപെടുത്തേണ്ടി വന്നതാവാം, ഒരു ബ്രേക്കപ്പ് കിട്ടിയതാവാം. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ച ആൾ നിങ്ങളെ വഞ്ചിച്ചതാകാം. ഒരുപക്ഷെ കരിയറിൽ നിങ്ങൾ ഗ്രോത്ത് പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് സംഭവിക്കാതെ പോയതാകാം. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെയിൻ സമ്മാനിച്ച ഏതെങ്കിലും ഒരു സംഭവം ഓർക്കും. ഇനി ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവാൻ കാരണം ആ സംഭവമാണോ, അതോ ആ സംഭവത്തിനോട് നിങ്ങൾ നൽകിയ മീനിങ് ആണോ, ആ സംഭവത്തെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത രീതി കാരണമാണോ നിങ്ങൾക്ക് വേദന ഉണ്ടായത്? ആത്മാർത്ഥമായിട്ടും ചിന്തിച്ചു നോക്കിയേ. ഇതിങ്ങനെ ചിന്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമുക്കുണ്ട്. കാരണം ഒരേ സംഭവം വ്യത്യസ്ത ആളുകൾക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഒരേ സംഭവം, ഒരു ഉദാഹരണത്തിന് ഒരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ കരിയറിൽ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രോഗ്രസ് സ്റ്റോപ്പായത്, ഇത് 5 പേർക്കുണ്ടായി എന്ന് വിചാരിക്കാം. ഈ 5 പേരും ഇതിനെ ഒരേ രീതിയിലാണോ ഇതിൻ്റെ ഇമോഷൻ ഉണ്ടാക്കുന്നുണ്ടാവുക? ഈ 5 പേരും ഇത് ഒരേപോലെ ആയിരിക്കുമോ ഫീൽ ചെയ്യുന്നുണ്ടാവുക? അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഒരു സംഭവം ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നത് ഇത്രയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഒരു സംഭവം ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നത് ആ സംഭവത്തിന് ആ മനുഷ്യൻ നൽകുന്ന ഒരു ഇൻ്റർപ്രട്ടേഷൻ അനുസരിച്ച്, ഒരു മീനിങ് അനുസരിച്ച് മാറും. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രമേശ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബോസ് ഒന്ന് വിളിച്ചു. മിസ് കോളാണ്, അദ്ദേഹത്തിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് അദ്ദേഹം കണ്ടതോടുകൂടെ ടെൻഷനാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്തായിരിക്കുമെന്നാവും? ഇന്നലെ ഞാൻ വല്ല തെറ്റും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇനി എന്നെ ഒരു മീറ്റിംഗ് വിളിക്കുമോ? ഫയർ ചെയ്യോ? എന്തൊക്കെ കാണേണ്ടി വരും? ഇനി എങ്ങനെ ഞാൻ അടുത്ത ദിവസം പോകും? ഇങ്ങനെ ടെൻഷനാവാൻ തുടങ്ങി. ഇനി ഇതേ കാര്യം വേറൊരാൾക്ക് സംഭവിച്ചു. രതീഷ് എന്ന് പറഞ്ഞ ഒരാൾക്ക് കമ്പനിയിൽ നിന്ന് ഇതുപോലെ ഒരു കോൾ വന്നു, മിസ് കോൾ വന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ തിരിച്ചു വിളിക്കുന്നു. എന്തെങ്കിലും ഗുഡ് ന്യൂസ് ആയിരിക്കുമോ, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയായിരിക്കുമോ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്നു. ഇതേ കാര്യം വേറൊരാൾക്ക് കോൾ വരുന്നു. അയാൾ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല, അയാളത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇന്നെനിക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ വയ്യ, ഇന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ടൈമിലാണ്, ലീവിലാണ്, എന്തായാലും അടുത്ത ദിവസം കാണുമ്പോൾ നോക്കാം എന്ന്. നോക്കി, ഓരോ മനുഷ്യരും ഓഫീസിൽ നിന്ന് വന്ന ബോസിൻ്റെ ആ മിസ് കോളിനോട് കൊടുക്കുന്ന മീനിങ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസമില്ലേ? ഈ രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇൻസിഡൻറ്റുകളെ പരിവർത്തനപ്പെടുത്താൻ പറ്റില്ല. ഇൻസിഡൻസ് റാൻഡംലി നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ഇൻസിഡൻറ്റിനോടുള്ള നമ്മുടെ അപ്രോച്ചിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഞാൻ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചൊന്നല്ല പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് സൈക്കോളജിക്കലി ഫിറ്റ് അല്ലാത്തൊരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സിറ്റുവേഷൻ വളരെ നെഗറ്റീവായി നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ ഇരുന്ന് പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് വളരെ വലിയ പക്വത കുറവാണ്. ഒരു ബന്ധം അബ്യൂസീവായി പോയിരിക്കുന്നു, നമ്മളിങ്ങനെ പോസിറ്റീവ് ചിന്തിച്ച് അത് ശരിയാക്കാൻ നോക്കുക, അതെല്ലാം വിവരമില്ലായ്മയാണെന്നാണ് സത്യം. അതല്ല ഞാനീ പറഞ്ഞു വരുന്നത്. നമ്മൾ ആദ്യം റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ദിസ് ഈസ് മൈ റിയാലിറ്റി. അതിനുശേഷം ആ റിയാലിറ്റിക്ക് ഞാൻ കൊടുക്കുന്ന ഇൻ്റർപ്രട്ടേഷനിൽ വ്യത്യാസം കൊണ്ടുവരാം, മീനിങ്ങിൽ വ്യത്യാസം കൊണ്ടുവരാം. റിയാലിറ്റിയെ നിഷേധിക്കേണ്ട. ഇപ്പോൾ ഒരു ബന്ധം അബ്യൂസീവായി പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അബ്യൂസീവ് ആണെന്ന് മനസ്സിലാക്കൂ. ഒരു ജോലി ക്രൈസിസിലായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസിസിലാണെന്ന് മനസ്സിലാക്കൂ. പക്ഷെ അപ്പോഴേക്കും നമ്മളെ കംപ്ലീറ്റ് അങ്ങോട്ട് നശിപ്പിക്കരുത്. എന്നെ ഒന്നിനും കൊള്ളില്ല, ഇതിന് മുൻപ് ഇത് സംഭവിച്ചിട്ടുണ്ട്, എന്നെ എടുത്ത് കിണറ്റിലിടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ സെൽഫ് ടോക്ക് ചെയ്യാതിരിക്കുക. ദിസ് ഈസ് ദ സിറ്റുവേഷൻ ആൻഡ് ഐ വാണ്ട് ടു സർവൈവ്. അവിടെ നിന്ന് നമ്മളെ പുതിയ ചിന്താഗതികളിലേക്ക് മാറി സർവൈവ് ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ ഇന്ന് നിങ്ങളെ ഫോൺ വിളിച്ചില്ല, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല, സംസാരിച്ചില്ല എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തിക്കാം അവിടെ? ഒന്നാമത് നിങ്ങൾക്ക് ചിന്തിക്കാം അദ്ദേഹം എന്നെ ഡെലിബറേറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ചിന്തിക്കാം. മറ്റൊന്ന് ചിന്തിക്കാം അദ്ദേഹം ബിസിയായി പോയതാവുമെന്ന് ചിന്തിക്കാം. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മൂഡ് എങ്ങനെ കേടുവന്ന് കിടക്കുമായിരിക്കും, ചിലപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് ഒഴിവാക്കുന്നതായിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ആ കാര്യത്തെ എടുക്കാമല്ലോ. പക്ഷേ പൊതുവേ നമ്മുടെ മൈൻഡ് ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുക എന്താണെന്നറിയോ? എന്നെ വേണ്ടാതായി, ഇങ്ങനെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു സാഹചര്യത്തിന് എത്ര കാരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇത് ചിന്തിക്കേണ്ട സാധനമാണ്. ഒരു സംഭവത്തിന് എത്ര കാരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇതിനെക്കുറിച്ച് എല്ലാ സൈഡും നമ്മൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമാധാനം ഉണ്ടാകും.